രാത്രി പകലിന്റെ 2 തലകളിലും സ്വലാത്ത് ചൊല്ലണം. രാവിലെയും വൈകുന്നേരവും. വൈന്ദ ഇറാദത്തിന്നൗമി, ഉറങ്ങാൻ കിടക്കുന്ന നേരത്തും. പഴയകാലത്ത് കുട്ടികളോടൊക്കെ ഉമ്മാര് പറയില്ലേ, മോനെ ഒരു 5 സ്വലാത്തല്ലിട്ട് കിടന്നോ, ഒരു 10 സ്വലാത്തല്ലിട്ട് കിടന്നോ. പറയാൻ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, സ്വലാത്തല്ലണം. ഉറക്കം കുറവുള്ള ആളുകളും സ്വലാത്തല്ലണം. നല്ല ഉറക്കം കിട്ടും. അത് അവരെ ശരീരത്തിനുള്ളൊരു മരുന്നും കൂടിയാണ്. ചില ആൾക്കാർക്ക് ഉറക്കം തീരെ കിട്ടൂല. രാത്രി മരുന്ന് മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ ഉറക്കം കുറവാന്ന് പറയും. ആരോഗ്യത്തിന് നല്ല ഉറക്കം വേണമല്ലോ. ഉറക്കം കിട്ടിക്കോട്ടെ, സ്വലാത്ത് നല്ലോണം ചെല്ലുക. ഉറങ്ങാൻ നേരത്തും സ്വലാത്തല്ലണം. ആ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്, ഒരാൾ വിരിപ്പിലേക്ക് വന്നാൽ എന്നിട്ട് തബാറക് എന്ന് പറഞ്ഞ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ റബ്ബൽ ഹില്ലി വൽ ഹറാം വറബ്ബൽ ബലദിൽ ഹറാം വറബ്ബർ റുക്നി വൽ മഖാം വറബ്ബൽ മശ്അരിൽ ഹറാം ബിഹഖി കുല്ലി ആയത്തിൻ അൻസൽതഹാ ഫീ ശഹ്രി റമളാന ബല്ലിഗ് റൂഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹിയ്യതൻ വസലാമാ. ഒരാളെങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ ഏൽപ്പിച്ച് ആ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറയും, ഇന്ന വ്യക്തി ഇന്നാലിന്ന നാട്ടിൽ വെച്ച് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ, ആ സ്വലാത്ത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാൻ നേരത്തും സ്വലാത്ത് ചൊല്ലണം.